നമ്മൾ ക്രിസ്തീയ മനോഭാവങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് 2 ദിവസം പഠിച്ചു. സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും പഠിച്ചു. ഇന്ന് നമ്മൾ താഴ്മ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പഠിക്കുവാൻ പോകുന്നത്. ഇതിൽ വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ ഏതാനും വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, വസ്ത്രം ഊരിവെച്ചു, ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി, ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. 13 മുതൽ 17 വരെ. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. നാം ഇവിടെ വായിച്ച് കേട്ട ഭാഗം നമുക്ക് വളരെ പരിചിതമാണ്. യഹൂദന്മാരുടെ ഇടയിൽ കാൽ കഴുകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ആ പതിവ് ഉണ്ടാകാനുള്ള കാരണം ഇന്നത്തെ പോലെ ആളുകൾ സഞ്ചരിക്കുന്നത് മോട്ടോർ വാഹനങ്ങളിലല്ല, നടന്നാണ് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ദൂരസ്ഥലങ്ങളിലൊക്കെ നടന്നു വന്ന് ഓരോ വീടുകൾ സന്ദർശിക്കുമ്പോൾ അവരുടെ കാലുകൾ പൊടി പിടിച്ചും തളർന്നും ചൂടായും ഒക്കെ ഇരിക്കുമ്പോൾ ആ കടന്നു വരുന്ന ഭവനത്തിലെ ഒരു അടിമ ആ കടന്നു വരുന്ന ആളിന്റെ കാല് കഴുകുന്നത് അവരുടെ ഒരു പതിവായിരുന്നു. അടിമയുടെ ജോലിയാണ്, ദാസന്റെ ജോലിയാണ്. എന്നാൽ നാം ഇവിടെ കാണുന്നത് കർത്താവും ഗുരുവുമായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന മനോഹരമായിട്ടുള്ള ഒരു രംഗം. താഴ്മയുടെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് നാം ഇന്ന് വായിച്ചു കേട്ടതായിട്ടുള്ള ആ ഒരു ഭാഗം. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ താൻ കാണിച്ച ആ മഹത്തായ താഴ്മയുടെ പാഠം നമ്മൾ അനുസരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുവാൻ ഇടയായി തീർന്നത്. മനോഭാവത്തിലും പെരുമാറ്റത്തിലും അഹന്തയില്ലാത്ത സേവനത്തിന്റെ പേരാണ് താഴ്മ. വിനയം, സൗമ്യത, അടക്കം, ഒതുക്കം, ഇതെല്ലാം താഴ്മയുടെ കൂടപ്പിറപ്പുകളാണ്. അത്യാവശ്യ സമയത്തല്ലാതെ തന്നെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് താഴ്മയുടെ ലക്ഷണം എന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യ സമയത്ത് മാത്രമേ തന്നെപ്പറ്റി പറയാവൂ. അങ്ങനെ പറയുന്നത് ഒരു താഴ്മയുടെ ലക്ഷണമാണ് എന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തന ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ പൗലോസ് പറയുന്നത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരാതെ എന്ന് പറഞ്ഞാണ് വാക്യം തുടങ്ങുന്നത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുന്നത് താഴ്മയില്ലാത്തതിന്റെ ലക്ഷണമാണ്. സേവിക്കാനുള്ള സന്നദ്ധതയിലൂടെയാണ് നമ്മുടെ താഴ്മ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് താഴ്മയുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരെ അറിയുന്നത്, പ്രകടിപ്പിക്കുന്നത് സേവിക്കാനുള്ള നമ്മുടെ സന്നദ്ധതയും നമ്മുടെ തയ്യാറെടുപ്പും ആണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ നമ്മൾ തയ്യാറെടുക്കുന്നതിന്റെ പേരും താഴ്മയെന്ന് തന്നെയാണ്. അങ്ങനെ നമ്മൾ കർത്താവിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ, മറ്റുള്ളവർ എന്ത് പറയും, എന്ത് ചെയ്യും, ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. അവരുടെ പ്രശംസയും നമുക്ക് ആവശ്യമില്ല, അവരുടെ കുറ്റപ്പെടുത്തലും നമുക്ക് ആവശ്യമില്ല. അതൊന്നും കാര്യമാക്കാതെ ദൈവം തന്നെ ഏൽപ്പിച്ച താലന്തുകൾ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നതിന്റെ പേരും താഴ്മ എന്നാണ്. നമുക്കിതിൻ്റെ അകത്ത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തു മനുഷ്യനായി തീർന്നതാണ് നമ്മുടെ
താഴ്മയുടെ ഏറ്റവും വലിയ പാഠമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ഏറ്റവും വലിയ പാഠമാണ് എന്ന് പറയുവാനുള്ള കാരണം? പരിമിതപ്പെടുവാൻ അവൻ സന്നദ്ധനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. യേശുക്രിസ്തു ദൈവമാണ്, അവൻ പരിമിതികൾ ഇല്ലാത്തവനാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ സ്വയം ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് വരുവാൻ സ്വയം അവൻ പരിമിതപ്പെടുകയാണ്. ലിമിറ്റ്സ് ഇല്ലാത്ത ഒരുവൻ ലിമിറ്റ്സിന്റെ ഉള്ളിലേക്ക് തന്നെ തന്നെ ആക്കി തീർത്തതാണ് യേശുക്രിസ്തുവിന്റെ ആ ഇൻകാർണേഷനിലൂടെ, മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കാലത്തെ സൃഷ്ടിച്ചവനും കാലാതീതനുമായിട്ടുള്ള ഒരു ദൈവം ഈ 33.5 വർഷങ്ങൾ ഈ ഗ്രഹത്തിൽ വന്ന് ജീവിക്കുവാൻ തന്നെ തന്നെ ഒതുക്കി എന്നതാണ് യേശുക്രിസ്തുവിന്റെ താഴ്മയുടെ ഏറ്റവും വലിയ പാഠമായി നമ്മൾ മനസ്സിലാകുന്നത്. പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്ത ഒരു ദൈവം ഒരു സ്ത്രീയുടെ വയറ്റിൽ വന്ന് 9 മാസം കിടന്നു എന്ന് പറയുന്നത് തന്നെ തന്നെ ഒതുക്കിയതിന്റെ, തന്നെ തന്നെ ലിമിറ്റ് ചെയ്തതിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം ആണ്. അത്യുന്നതനായ ദൈവം 6 അടി മാത്രം വലിപ്പമുള്ള ഒരു മനുഷ്യനായി ശരീരമെടുത്ത് ഈ ലോകത്തിൽ വന്നു എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഏറ്റവും വലിയ തേജസ് നിറഞ്ഞവനായിട്ടുള്ള യേശു ക്രിസ്തു, അവൻ ഒരു തേജസ്സും കൂടാതെ ഈ ലോകത്തിൽ സാധാരണ മനുഷ്യനെ പോലെ സഞ്ചരിച്ചു എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതമാണ്. നാം പലപ്പോഴും ചിത്രങ്ങളിലൊക്കെ കാണുമ്പോഴേക്ക് യേശുവിന്റെ തലയുടെ ചുറ്റുമായിട്ട് ഒരു മഞ്ഞ വളയൊക്കെ വരച്ചിരിക്കുന്നത് കാണാം. പക്ഷെ യേശു ക്രിസ്തു ജീവിച്ചത് അങ്ങനെയല്ല. അത് ചിത്രകാരന്റെ ഭാവനയാണ്. യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പോലും പ്രയാസമുള്ള രീതിയിൽ സാധാരണ മനുഷ്യനെ പോലെയാണ് അവൻ ജീവിച്ചത്. അതുകൊണ്ടാണ് യൂദാസ് അവനെ ചുംബിച്ച് ഒറ്റിക്കൊടുക്കേണ്ടി വന്നത്. യഹൂദന്മാർക്ക് പോലും മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് അവനെ തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. അവൻ ഒരു സാധാരണ മുഖമുള്ള, ഈ ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് കോമൺ ഫേസ് ആയിരുന്നു യേശുവിൻ്റെ എന്ന് ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യനായിട്ട് അവൻ തന്നെ തന്നെ ലിമിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ രൂപം എടുത്തു. അവൻ ദാസനായി തീർന്നത് കൊണ്ടാണ് തന്റെ ശിഷ്യന്മാരുടെ കാൽ അവൻ കഴുകിയത്. അവൻ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിലല്ല, അവൻ ഒരു ദാസനായി ഒരു അടിമ ചെയ്യുന്ന ജോലി അവൻ ചെയ്തതാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ അവനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ, അവന്റെ ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ ദാസൻ എന്നുള്ള രൂപത്തിലാണ്. 42-ാം അധ്യായത്തിൽ പറയുകയാണ്, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. 48, 50, 52, 53 ആ യെശയ്യാ പ്രവാചകന്റെ അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വായിക്കുന്ന ദാസഗീതം ഒരു ദാസന്റെ ഗീതമായിട്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ തന്റെ ദീർഘദൃഷ്ടി കൊണ്ട് യേശു ജനിക്കുന്നതിന് മുൻപ് 750 വർഷങ്ങൾക്ക് മുൻപ് യേശുവിനെ കുറിച്ച് എഴുതുമ്പോൾ എന്റെ ദാസൻ എന്നുള്ള നിലയിലാണ് ദൈവം യേശുക്രിസ്തുവിനെ കണ്ടത്. അവന് ഈ ലോകത്തിൽ പിറക്കുവാൻ ഒരു ഇടം കിട്ടിയില്ല. കീറ്റുശീലയിൽ പൊതിഞ്ഞ് അവൻ ഈ ലോകത്തിൽ വന്നു. അവനെ കാണുവാൻ വേണ്ടി വന്നത് ഈ ലോകത്തിലെ ഏറ്റവും സാധാരണക്കാരായ ഇടയന്മാരായിരുന്നു. അവൻ നമ്മളെപ്പോലെ വിശപ്പും ദാഹവും ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും എല്ലാം അവൻ സഹിച്ചു. അവന്റെ ശിഷ്യന്മാരൊക്കെ വെറും സാമാന്യരായ മനുഷ്യരായിരുന്നു, പഠിപ്പില്ലാത്തവരായിരുന്നു എന്ന് ലോകം തന്നെ അവനെക്കുറിച്ച് പറഞ്ഞു. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിരുന്നു. അവരെയാണ് അവൻ വിളിച്ചത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28, 29 വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരും നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്താണ് പഠിക്കേണ്ടത്? എൻ്റെ താഴ്മ നിങ്ങൾ പഠിക്കണം. ഞാൻ സൗമ്യതയുള്ളവനാണ്. സൗമ്യതയും താഴ്മയും ഒരുപോലെ ബന്ധപ്പെട്ട വാക്കുകളാണ്. യേശുക്രിസ്തു പറയുന്നത്, ഞാൻ താഴ്മയുള്ളവനാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് താഴ്മ പഠിക്കണം. അവൻ ഒരു യെരുശലേമിലേക്കുള്ള ജൈത്രയാത്ര നടത്തുമ്പോൾ അതൊരു കുതിരപ്പുറത്തല്ല അവൻ നടത്തിയത് എന്ന് നമ്മൾ ഓർക്കണം. അവനൊരു കഴുതയുടെ പുറത്താണ് സൗമ്യനായി വിനീതനായി ആ യെരുശലേം നഗരത്തിലേക്ക് സഖറിയ പ്രവാചകന്റെ പ്രവചന പ്രകാരം നിവൃത്തിയായി കടന്നു വന്നത്. അന്നത്തെ റബ്ബിമാരുടെ അടുക്കലേക്ക് സ്ത്രീകൾ ആരും കടന്നു പോകുകയില്ല. സ്വന്തം ഭാര്യമാരോട് പോലും റബ്ബിമാർ പുറത്തു വെച്ച് സംസാരിക്കാറില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്ന കാലത്ത്
യേശുവിന്റെ അടുക്കൽ എത്ര സ്ത്രീകളാണ് കടന്നു വന്നത്. കാരണം അവനൊരു സാധാരണ മനുഷ്യനെ പോലെ എല്ലാ സ്ത്രീകളോടും അവൻ ഇടപെട്ടു, കുഞ്ഞുങ്ങളോടും ഇടപെട്ടു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അനുഗ്രഹിക്കേണ്ടതിന് സ്ത്രീകൾ അവന്റെ അടുക്കൽ കടന്നു വന്നു. ശമരിയ സ്ത്രീയുടെ അടുക്കിലേക്ക് അവൻ പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർക്ക് പോലും അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരെല്ലാം യഹൂദന്മാരാ. ഇവൻ പുറത്തു വെച്ച് റബ്ബിയായിട്ട് പോലും ഇവൻ പുറത്തു വെച്ച് അതും ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിൽ വല്ലാത്ത രോഷം ഉണ്ടായി കാണും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. എന്നിട്ടും ആ സ്ത്രീയുടെ ജീവിതത്തിന്റെ ദാഹം തീർക്കാൻ വേണ്ടി യേശു അവളുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. യേശുവിന് നീ എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് യേശു ചോദിച്ചെങ്കിലും യേശുവിന്റെ ദാഹം തീർക്കാൻ വേണ്ടിയല്ല, ആ സ്ത്രീയുടെ ദാഹം, ആത്മീയ ദാഹം തീർക്കാൻ വേണ്ടിയാണ് യേശു അവിടെ കടന്നു ചെന്നത് എന്ന് നമുക്കറിയാം. അതിന്റെ കാരണം യേശു തന്നെ ലൂക്കോസ് 19 പറയുന്നുണ്ട്, കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിതമാണ് നമ്മുടെ മുൻപിൽ താഴ്മയുടെ ഏറ്റവും വലിയ മാതൃകയായി, നിദർശനമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. അവനല്ലാതെ മറ്റാരെയും നമുക്ക് അനുകരിക്കുവാൻ ഈ ലോകത്തിൽ ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബൈബിളിൽ താഴ്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഇനി വരികയാണ്. പഴയ നിയമത്തിൽ മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ്. മീഖാ 6:8. അവിടെ ദൈവം പ്രവാചകനിലൂടെ പറയുകയാണ്, മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്താണ് നല്ലതെന്ന് കർത്താവ് തന്നെ പറയുകയാണ്, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും ദയാതൽപരനായിരിക്കാനും അല്ലാതെ എന്താകുന്നു അവൻ നിന്നോട് ചോദിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാൻ, ദയാതൽപരനായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകനിലൂടെ പഴയ നിയമത്തിലെ ആളുകളോട് കർത്താവ് പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:15 നമ്മൾ വായിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവ്യസനമുള്ളവരോടുകൂടെ ദൈവം വസിക്കുന്നു. ദൈവം നമ്മുടെ കൂടെ വസിക്കണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമാണ്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിന്റെ വചനം തന്നെ യെശയ്യാ പ്രവാചകനിലൂടെ പറയുകയാണ്, താഴ്മയുള്ളവരുടെ മനസ്സ്, മനസ്താപമുള്ളവരുടെ ഹൃദയം, അവിടെയാണ് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് താഴ്മയെക്കുറിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു മനസ്താപത്തിന്റെ, താഴ്മയുടെ, അനുതാപത്തിന്റെ, വിനയത്തിന്റെ ചില മുളകളെങ്കിലും പൊട്ടിപ്പുറപ്പെടട്ടെ. കഴിഞ്ഞ നാളുകളിൽ നാം ജീവിച്ചത് അഹങ്കാരത്തോടെയാണെങ്കിൽ ഇന്ന് അതിനൊക്കെ ഒരു അന്ത്യം കുറിക്കുന്ന ദിവസമായിട്ട് മാറട്ടെ. പഴയ നിയമത്തിലെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ അബ്രഹാമിന്റെ താഴ്മയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 18:27 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. അബ്രഹാം പറയുകയാണ്. എപ്പോഴാണിത് പറയുന്നറിയോ? സൊദോം ഗൊമോറയിൽ തന്റെ സഹോദരനായിട്ടുള്ള, അല്ലെങ്കിൽ സഹോദരന്റെ പുത്രനായിട്ടുള്ള ലോത്തിനെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു എന്ന് അറിയുന്ന സമയത്ത് ലോത്തിന് വേണ്ടി ഇടനില നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ കുറിച്ച് തന്നെയുള്ള ഒരു അഭിപ്രായം പറയുകയാണ്, വെറും പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ എന്ന്. വിശ്വാസികളുടെ പിതാവാണ്, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ നിർമ്മാതാവാണ് അബ്രഹാം പിതാവ് എന്ന് പറഞ്ഞാൽ. ലോകത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഒരുപോലെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം പിതാവ്. എന്നിട്ടും അബ്രഹാം പിതാവ് പറയുകയാണ്, ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ വെറും ഒരു പൊടിയാണ്, ഞാൻ വെറും വെണ്ണീറാണ്. എന്നിട്ടും ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ ധൈര്യപ്പെട്ടല്ലോ എന്ന് തന്നെ കുറിച്ച് തന്നെ അവൻ പറയുകയാണ്. മോശ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നതായിട്ടുള്ള സമയം നമ്മൾ ആദ്യമായിട്ട് കാണുന്നതൊക്കെ മോശയുടെ ആ പ്രത്യേകതകൾ അറിയുന്നുണ്ട്. മോശ തന്നെ കുറിച്ച് തന്നെ പറയുന്നത്, അയ്യോ, ഞാൻ വാക്സാമർത്ഥ്യം ഇല്ലാത്തവനാണ് എന്ന് പറയുന്നു. എന്നിട്ടും ദൈവം മോശയെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്, ഈ മോശയെ പോലെ അതിസൗമ്യനായിട്ട് വേറെ ആരും ഭൂമിയിലില്ല എന്ന്. സംഖ്യ 12:3 ദൈവം മോശയെ കുറിച്ച് വളരെ മനോഹരമായ ഒരു സാക്ഷ്യം പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ഇത് തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇയ്യോബ് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കഷ്ടതയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള സമയത്ത് ഒരിക്കൽ പോലും ദൈവത്തിനെതിരായിട്ട് ഒരു വാക്കും അവൻ സംസാരിക്കുന്നില്ല. അതുകൊണ്ടാണ് അവന്റെ ഭാര്യ എന്ന് പറയുന്നത്, നീ ദൈവത്തെ ത്യജിച്ചു പറയുക,
ഇത്രയും ദിവസം ഇതെല്ലാം വന്നിട്ടും നീ ദൈവത്തിനെതിരായിട്ട് ഒന്നും സംസാരിക്കാത്തതിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. നീ ഒരു മനുഷ്യനല്ലേ, ഏത് മനുഷ്യനാണെങ്കിലും പറഞ്ഞു പോകുമല്ലോ, നീ എന്താണ് ഒന്നും പറയാത്തത്, നീ പറ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോഴും അവൻ ദൈവത്തിനെതിരായിട്ട് ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. അതേസമയം തന്നെ അവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്ന് 42 അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ഇയ്യോബ് തന്റെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും തന്റെ താഴ്മയിലും വിനയത്തിലും തന്റെ ജീവിതം തുടരുന്നത് നമ്മൾ കാണുകയാണ്. അപ്പൊ അബ്രഹാമിന്റെയും മോശയുടെയും ഇയ്യോബിന്റെയും ജീവിതത്തിലൂടെ നമ്മൾ ഒന്ന് ഓടിച്ച് കടന്നുപോയി. പഴയ നിയമത്തിലെ ആ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പുതിയ നിയമം എന്താണ് താഴ്മയെ കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നാം വായിക്കുന്ന 111 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന മനോഹരമായിട്ടുള്ള ഗിരിപ്രഭാഷണം. ആ ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു പറയുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും എന്നൊരൊറ്റ കാര്യമാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ സൗമ്യതയുള്ളവരായിട്ട് ജീവിച്ചാൽ അയൽപക്കത്തുള്ളവരുടെ എല്ലാം പറമ്പ് നമ്മുടേതായി തീരും, എല്ലാ എസ്റ്റേറ്റും നമ്മുടേതായി തീരും എന്നാണ് നമുക്ക് തോന്നിപ്പോകും. അതല്ല യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിൽ സൗമ്യതയുള്ള ആളുകൾക്ക് എല്ലാം ചിലപ്പോൾ നഷ്ടപ്പെടേണ്ടി വരും, അവരുടേതെല്ലാം മറ്റുള്ളവർ അപഹരിച്ചു കൊണ്ടുപോയെന്ന് വരും. എന്നാൽ കർത്താവിന്റെ ഒരു രാജ്യം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. ആ ഒരുക്കുന്ന രാജ്യത്തിൽ നമ്മൾ അവകാശികളായി തീരുമെന്നാണ് യേശുക്രിസ്തു നമ്മോട് പറയുന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഭൂമിയെ അവകാശമാക്കും എന്ന് പറയുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് 1000 വർഷം ഭരിക്കാൻ പോകുന്ന മനോഹരമായിട്ടുള്ള ആ സഹസ്രാബ്ദത്തിൽ നമ്മൾ ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർക്കാണ് അതിനുള്ള അവകാശമെന്ന് യേശുക്രിസ്തു പറയുകയാണ്. താഴ്മയെ ഒരുപക്ഷെ ലോകം അംഗീകരിച്ചെന്ന് വരികയില്ല. താഴ്മയുള്ളവരെ കുറിച്ച് ലോകത്തിന് ചിലപ്പോൾ വലിയ ബഹുമാനമൊന്നും കാണുകയില്ല. അഹന്തയും തൻ്റെടവും ഒക്കെ കാണിക്കുന്ന ആളുകളുടെ പിന്നാലെ കൂടുവാനാണ് അനേകം ആളുകളുടെയും താല്പര്യമെന്ന് ഈ കാലത്ത് നമ്മൾ പല കാരണങ്ങളും വാർത്തകളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. താഴ്മയുള്ളവരെ ചവിട്ടിപ്പുറത്താക്കി അഹങ്കാരികളായിട്ടുള്ള ആളുകളുടെ പിന്നാലെ ആളുകൾ കൂട്ടം കൂടി അവരുടെ ഫാൻസായി അവരുടെ ആരാധകരായിട്ട് മാറുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കർത്താവിൽ നിന്ന് താഴ്മയോടെ ജീവിക്കുന്നവർക്ക്, സൗമ്യതയോടെ ജീവിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം എല്ലാവരുടെയും ദാസനായി തീരണം. അതുകൊണ്ടാണ് അവൻ ഒരു കുഞ്ഞിനെ എടുത്ത് നിർത്തിയിട്ട് നിങ്ങൾ ഈ ശിശുവിനെ പോലെ താഴ്മയുള്ളവനായി തീരണം. മത്തായിയുടെ സുവിശേഷം 18 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ പറയാണ്, ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനായി തീരും. താഴ്മയുള്ള ആളുകൾക്ക്, സൗമ്യതയുള്ള ആളുകൾക്ക് ദൈവരാജ്യത്തിൽ വലിയൊരു സ്ഥാനം ദൈവം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് സൗമ്യത ഉണ്ടാകുവാൻ, താഴ്മയുണ്ടാകുവാൻ നമ്മുടെ ജീവിതത്തിന് പ്രേരകമായി തീരുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. പൗലോസ് തന്റെ ലേഖനത്തിലൂടെ എഴുതുന്നതായിട്ടുള്ള ഓരോ വാക്കുകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഫിലിപ്പിയർ 2 അധ്യായത്തിന്റെ 3, 4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ശാഠ്യത്താലോ ദുരഭിമാനത്താലോ അല്ല, താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളട്ടെ. താഴ്മയോടെ മറ്റുള്ളവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് ഓരോ നിമിഷവും മറ്റുള്ളവരെ കുറിച്ച് പറയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി അവസാനിക്കും. ഇതിന് നമുക്ക് കഴിയാത്തതാണ് എല്ലാ സഭകളിലെയും പ്രശ്നം, എല്ലാ കൂട്ടായ്മകളിലെയും പ്രശ്നം, എല്ലാ ഇടവകളിലെയും പ്രശ്നം, എല്ലാ ഭവനങ്ങളിലെയും പ്രശ്നം. എന്നേക്കാൾ ശ്രേഷ്ഠനാണ് ഈ വ്യക്തി. ഭാര്യ പറയണം എന്നേക്കാൾ ശ്രേഷ്ഠനാണ് എൻ്റെ ഭർത്താവ്. ഭർത്താവ് പറയണം എന്നേക്കാൾ ശ്രേഷ്ഠയാണ് എൻ്റെ ഭാര്യ. ഇടവകളിൽ പറയണം, പള്ളിയിൽ പറയണം, വീടുകളിൽ പറയണം, എല്ലായിടത്തും മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുവാൻ നമുക്ക് താഴ്മയുണ്ടെങ്കിലേ അത് കഴിയുള്ളൂ എന്ന് പൗലോസ് ഫിലിപ്പിയർ 2:3, 4 പറയുകയാണ്. പൗലോസിന്റെ ജീവിതത്തിൽ പ്രശംസിക്കാൻ പല വിഷയങ്ങളുണ്ടായിരുന്നിട്ടും അവൻ താഴ്മയോടെ പറയുന്നത്, എനിക്ക് എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇട വരരുത് എന്നുള്ളതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ചിന്താ വിഷയം. എപ്പോഴും പ്രശംസാ വിഷയം ക്രൂശ് മാത്രമായിരുന്നു. മാത്രമല്ല, ഫിലിപ്പിയർ 3:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പിടിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ എന്ന് സകല കൃപാവരങ്ങളും ലഭിച്ച് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട സകല കൃപാവരങ്ങളിൽ ലഭിച്ച പൗലോസ് പറയാണ്, ഞാൻ ഇപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
എല്ലാം തികഞ്ഞു വന്നു, എല്ലാം കിട്ടിക്കഴിഞ്ഞു വന്നു, ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ക്രിസ്തു എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനും അതിനുവേണ്ടി ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എത്രയും താഴ്മയോടെയാണ് നമ്മോട് അവൻ ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നത്. മാത്രമല്ല അവൻ പറയുന്നു, ഞാൻ ധാരാളം കൃപാവരങ്ങൾ പ്രാപിച്ചത് കൊണ്ട് ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ ഒരു ശൂലം എനിക്ക് തന്നിരിക്കുകയാണ് എന്ന്. നമ്മളായിരുന്നെങ്കിൽ ആ ശൂലത്തെക്കുറിച്ച് ഒരിക്കലും ആ ലേഖനത്തിൽ എഴുതുകയില്ല. എനിക്കാണ് ആ ശൂലം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് പറയാതെ മറച്ചു വയ്ക്കും. കാരണം ഇത്രയും ആളുകളെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ഇത്രയും സഭകൾ സ്ഥാപിച്ച, ഇത്രയും ലേഖനങ്ങൾ എഴുതിയ ഇത്രയും മഹാനായ ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു ശൂലമുണ്ടെന്ന് അറിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്നോടുള്ള അഭിപ്രായം എന്തായി പോകും? നാണക്കേടാണെന്ന് വിചാരിച്ച് എഴുതാതിരിക്കേണ്ട ഒരു രംഗം പൗലോസ് പറയാണ്, എനിക്ക് ഒരു ശൂലമുണ്ട്. എന്തായാലും കാരണം എന്തറിയോ? ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. എത്ര താഴ്മയോടെയാണ് അവൻ ആ കാര്യം പറയുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകും. എത്ര താഴ്മയുടെ വാക്കുകളാണ്. യാക്കോബ് തന്റെ ലേഖനം എഴുതുമ്പോൾ യാക്കോബ് യേശുക്രിസ്തുവിന്റെ സ്വന്തം സഹോദരനായിരുന്നു. സ്വന്തം സഹോദരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ച മകനായിരുന്നു യാക്കോബ്. എന്നിട്ടും യാക്കോബ് തന്റെ ലേഖനം എഴുതുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിന്റെ സഹോദരനാണ് എന്ന് തുടക്കത്തിൽ പറയേണ്ടതിന് പകരം യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നാണ് യാക്കോബ് 1:1 നമ്മൾ വായിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? യാക്കോബിന്റെ താഴ്മയാണ് കാണിക്കുന്നത്. നമ്മളായിരുന്നെങ്കിൽ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ ലോകത്തിൽ ഒരു മഹാനായി തീർന്നിട്ടുണ്ടെങ്കിൽ, എത്ര അകന്ന ബന്ധമാണെങ്കിൽ പോലും അത് പറയാൻ നമുക്ക് എന്തൊരു താല്പര്യമായിരിക്കും. അയ്യോ, ഞാൻ ഇന്ന ആളിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണെന്നൊക്കെ പറഞ്ഞ് ബന്ധമില്ലാത്തവരെ പോലും ബന്ധം പിടിക്കാൻ ശ്രമിക്കുന്ന ലോകത്തിൽ നമ്മളായിരുന്നു യേശുക്രിസ്തുവിന്റെ സഹോദരൻ എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അത് തന്നെ എഴുതും. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും അനിയനാണ്, ഏറ്റവും അടുത്ത സഹോദരനാണ് ഞാൻ എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ ലേഖനം തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ യാക്കോബ് പറയുകയാണ്, ഞാൻ യേശുക്രിസ്തുവിന്റെ ഒരു ദാസനാണ്, സഹോദരനാണെന്ന് പോലും അവൻ പറയുവാൻ തുനിയുന്നില്ല. അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ അവൻ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. താഴ്മയെക്കുറിച്ചാണ്. എന്താണെന്ന് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. അപ്പോൾ എന്താണ് ദൈവം താഴ്മയുള്ളവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടും നമ്മൾ താഴ്മയുള്ളവരായിട്ട് ജീവിച്ചാൽ എന്ന് യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുകയാണ്. പത്രോസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പത്രോസിന്റെ 1 പത്രോസ് 5:5 നമ്മൾ വായിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വാക്യം ഇങ്ങനെയാണ്, തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ധരിക്കുന്ന എപ്പോഴും വസ്ത്രമാണ് നമ്മളെ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയുവാൻ ഇടയാക്കുന്നത്. ദൂരെ നമ്മളെ കാണുന്ന ഒരാൾ നമ്മളെ ആദ്യം കാണുന്നത് വസ്ത്രമാണ്. ചുമന്ന ഉടുപ്പിട്ടയാള്, ആ കറുത്ത ഉടുപ്പിട്ടയാള്, ആ നീല ഉടുപ്പിട്ടയാള്. വസ്ത്രമാണ് ഒരാളുടെ ശ്രദ്ധയിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അവരെ തിരിച്ചറിയുന്നത് പോലും വസ്ത്രം കൊണ്ടാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ താഴ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ധരിക്കണം, വസ്ത്രമായിട്ട് ധരിക്കണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ താഴ്മ കൊണ്ടായിരിക്കണം. താഴ്മയുള്ള വ്യക്തിയാണെന്ന് നിങ്ങളെക്കുറിച്ച് പറയുവാൻ ലോകത്തിന് ഇടയായി തീരണം. അതുകൊണ്ട് തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീനെന്ന് പത്രോസ് 1:5 പറയുന്നു. യാക്കോബ് പറഞ്ഞ അതേ വാക്യം തന്നെ പത്രോസും തന്റെ ലേഖനത്തിൽ എഴുതുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു എന്ന് യാക്കോബ് പറഞ്ഞ അതേ വാക്യം തന്നെ പത്രോസും തന്റെ ലേഖനത്തിൽ പറയുകയാണ്. അപ്പോൾ യാക്കോബിന്റെയും പത്രോസിന്റെയും പൗലൂസിന്റെയും ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, അവരുടെ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ താഴ്മയെക്കുറിച്ചുള്ള മനോഹരമായ പാഠങ്ങൾ കർത്താവ് അവരിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും യേശു ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന താഴ്മയുടെ മനോഹരമായ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ഈ ആളുകളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വലിയ സാക്ഷ്യമായിട്ട് ഇന്നും കർത്താവ് നിർത്തിയിരിക്കുന്നോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 4-മതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കാം. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് താഴ്മ ഉള്ളവരായിട്ട് ജീവിക്കുവാൻ കഴിയുന്നത്? ഞാൻ താഴ്മയുള്ളവനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് താഴ്മയില്ലാത്തതിന്റെ ലക്ഷണമാണ്. താഴ്മയുണ്ടെന്ന് കാണിക്കുവാൻ ശ്രമിക്കുന്നത് താഴ്മയില്ലാത്തതിന്റെ ലക്ഷണമാണ്. ഒരിക്കലും ഒരു പള്ളിയിൽ, ആ പള്ളിയുടെ പണിയെല്ലാം കഴിഞ്ഞു, കുറെ ഫാനുകൾ ആവശ്യമുണ്ട്. അച്ഛൻ പറഞ്ഞു, ആരെങ്കിലും സംഭാവന ചെയ്യുന്നെങ്കിൽ വളരെ നന്നായിരിക്കും, നമുക്ക് പള്ളിയിൽ ഫാനുകൾ ആവശ്യമുണ്ട്. വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. പള്ളിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പാഴ്സണൽ ചെന്നപ്പോഴേക്കും വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഞാൻ പള്ളിയിലെ എല്ലാ ഫാനുകളും ഞാൻ സംഭാവന ചെയ്തേക്കാം. പിന്നെ ഒരു കാര്യം, അച്ഛൻ്റെ പേര് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല, ആരും അറിയണ്ട, ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞു. അച്ഛൻ വലിയ സന്തോഷമായി. ഞായറാഴ്ച അച്ഛൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇടവകയിലെ ഒരു അംഗം
വളരെ സന്തോഷത്തോടുകൂടി എന്നെ വിളിച്ച് പേഴ്സണലി വിളിച്ച് പറഞ്ഞു അദ്ദേഹം ഫാനുകളെല്ലാം തരാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് പേര് പറയേണ്ട, അത്രയ്ക്കും നല്ല സൗമ്യനായ മനുഷ്യനാണ്, അത്രയ്ക്കും വിനീതനായ മനുഷ്യനാണ്. അവിടെ അദ്ദേഹം പേര് പറയേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഇത്രയും നല്ല ആളുകൾ നമ്മുടെ ഇടവകയിലുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് അച്ഛൻ പറഞ്ഞു തീർന്നില്ല. ഉടനെ ഈ മനുഷ്യൻ എഴുന്നേറ്റ് എന്നിട്ട് പറയുക, അതെ അതെ ഞാൻ പറഞ്ഞായിരുന്നു എന്റെ പേര് പറയേണ്ടത്, ഞാൻ പറഞ്ഞായിരുന്നു, അതെനിക്ക് പേര് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എനിക്ക് പേര് പറഞ്ഞു ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവര്, സൗമ്യത ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സൗമ്യത ഇല്ലാത്തതിന്റെ ലക്ഷണമാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ഇന്ത്യയിൽ വന്ന മിഷണറിമാരെ നോക്കുക. എങ്ങനെയാണ് ഇന്ത്യയിൽ വന്ന മിഷണറിമാരൊക്കെ സുവിശേഷം പ്രചരിപ്പിച്ചതും ഇന്ത്യയിലെ ആളുകൾ ക്രിസ്ത്യാനികളായിട്ട് മാറിയതും? അവരുടെ ജീവിതത്തിൽ ഇന്ന് ഇന്ത്യയിൽ വരുന്നതായിട്ടുള്ള ആളുകൾ, ഇന്നും ജാതികളുടെ ഉച്ചനീചത്വം നിലവിൽ നിൽക്കുന്ന ഇന്ത്യയിൽ മിഷണറിമാർ വരുന്ന കാലത്ത് കുറെ കൂടി കഠിനമായിരുന്നു അത്. താണവരായിട്ടുള്ള ആളുകളെ, ദളിതരായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ബ്രാഹ്മണരല്ലാത്ത ആളുകളെ, അവരെല്ലാം ചവിട്ടി പുറത്താക്കി അവരോട് സംസാരിക്കുന്ന, അവരുടെ വെള്ളം കുടിക്കുന്ന, അവർക്ക് വെള്ളം കൊടുക്കുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ അവരെ അങ്ങേയറ്റം ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലത്ത് നമ്മുടെ മിഷണറിമാർ ഇവിടെ വന്ന് നമ്മുടെ ഭാഷ പഠിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവരെല്ലാവരും ആ താഴ്മ കണ്ടിട്ടാണ് അവർ കർത്താവിനെ അംഗീകരിക്കുവാനും അവർ ക്രിസ്ത്യാനികളായി തീരുവാനും ഇടയായി തീർന്നത്. കുക്കു സാഹിബ് എന്ന് പറയുന്ന ആളാണ് കേരളത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനം കൊണ്ടുവന്നത്. ആ കുക്കു സാഹിബിന്റെ ഒരു ആത്മകഥ ഞാൻ വായിക്കുമ്പോൾ അതിലദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഞാനും ഭാര്യയും കൂടി ഒരു ദിവസം രാവിലെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും ഞങ്ങളുടെ അടുത്തുള്ള സഭയിലെ ഒരു വിശ്വാസി കപ്പ പുഴുങ്ങിയത് കൊണ്ടുവന്നു. ആ കപ്പ പുഴുങ്ങിയത് തിന്ന് സമ്മതിയും കൂട്ടി തിന്നപ്പോൾ സ്വർഗം കിട്ടിയ വാശിയായി പോയി എനിക്കെന്ന്. ഈ കുക്കു സാഹിബ് കേരളത്തിൽ വന്ന് മുളക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് പെന്തക്കോസ്ത് പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അന്ന് ഓരോ വീടുകളിലും ഈ കേരളത്തിലെ ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച് അദ്ദേഹം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് അനേകം ആളുകൾ അന്ന് പെന്തക്കോസ്തിൽ ചേരുവാൻ ഇടയായി തീർന്നത്. അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിൽ പോയി അദ്ദേഹത്തിന്റെ മകന്റെ മകൻ 2-3 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം മലയാളത്തിൽ പ്രസംഗിച്ചു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാനത് കേൾക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ഈജിപ്തിന്റെ മിഷണറിമാരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുക. ഞാൻ മത്തായി സാറും കൂടെ ബീഹാറിലെ അവിടെ ദരിയാഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് പൂർണിയ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില് അവിടെ പോയ സമയത്തൊക്കെ അവിടുത്തെ മിഷണറിമാർ എങ്ങനെയാണ് ജീവിക്കുന്നുള്ള ഞങ്ങൾ കണ്ടു. ഒരൊറ്റ മുറിയിൽ അവിടെ തന്നെ കിടക്കുന്നു, അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു, അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ മുറിയിൽ ഒരു മിഷണറി ജീവിക്കുകയാണ്. ഞങ്ങൾ ചെന്ന്, ഞാനും ജാൻസി സിസ്റ്റർ ഉണ്ടായിരുന്നു, ഞാനും മത്തായി സാറും കൂടെ അടുത്തുള്ള ഒരു സ്കൂളിന്റെ കെട്ടിടത്തിൽ പോയി കിടന്നു. ബാക്കിയുള്ളവരൊക്കെ ആ മുറിയിൽ തന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു. അവരുടെ ജീവിതത്തിന്റെ കഷ്ടതകൾ ഞാൻ കണ്ടു. എന്നാൽ അവർ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അനേകം ആളുകൾ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് വരുന്നു എന്നുള്ളത് ആദിവാസികളോടുകൂടിയുള്ള അവരുടെ ജീവിതവും അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ജീവിതത്തിന്റെ താഴ്മയും എല്ലാം കാണുമ്പോൾ ആദിവാസികൾ കർത്താവിനെ സ്വീകരിക്കാൻ ഇടയായി തീർന്നത് എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ആദിവാസികളെ സ്പർശിക്കുന്നത് നമ്മുടെ താഴ്മയാണ്, നമ്മുടെ സ്നേഹമാണ്. ഞങ്ങൾ 2018 ഞാനും മത്തായി സാറും കൂടി കൽക്കട്ടയിലെ മദർ തെരേസയുടെ നിർമ്മല ഭവനത്തിൽ പോകാനിടയായി തീർന്നു. ജാൻസി സിസ്റ്റർ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പോയ സമയത്ത് അതിന്റെ അകത്തോട്ട് കയറുന്നതിന് മുൻപ് തന്നെ കണ്ട ഒരു കാഴ്ച എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അവിടെ പുറത്ത് ഈ ഒരു തെരുവാണ്, ആ സ്ട്രീറ്റിന്റെ സൈഡിൽ ഒരു വിളക്കുകാലിൽ ആരിക്കൊണ്ട് താടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു. അനേക ദിവസങ്ങളായി കുളിച്ചിട്ട് ആ ഇരിക്കുന്ന പ്രാന്തനെ പോലെ ഇരിക്കുന്ന മനുഷ്യന് ഒരു സിസ്റ്റർ ഇരുന്നുകൊണ്ട് ചോറ് വാരി വാരി കൊടുക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അകത്ത് കയറി ചെന്നപ്പോഴേക്കും അവിടെ മറ്റ് സിസ്റ്റേഴ്സിനെ കണ്ടു. മദർ തെരേസയുടെ ശവകുടീരം 200 രോഗികളായിട്ടുള്ള ആളുകൾ, കിടപ്പ് രോഗികൾ അവിടെ കിടക്കുകയാണ്. അവരെ ശുശ്രൂഷിക്കുന്ന ആ മദർ തെരേസയുടെ ശിഷ്യകളായിട്ടുള്ള അനേകം സിസ്റ്റേഴ്സിനെ കാണുവാൻ ഇടയായി തീർന്നു. മദർ തെരേസയോട് ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ച ചോദ്യം എന്റെ മനസ്സിൽ തറഞ്ഞു നിൽക്കുന്നുണ്ട്. കുഷ്ഠരോഗിയുടെ കാലെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അവസാനം ആ കാലിൽ ചുംബിക്കുന്ന മദർ തെരേസയോട് പത്രപ്രവർത്തകൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്കത് കഴിയുന്നത്? മദർ തെരേസ പറഞ്ഞൊരു മറുപടിയും, ഞാൻ ചുംബിക്കുന്ന കുഷ്ഠരോഗിയുടെ കാലിലല്ല, ഞാൻ ചുംബിക്കുന്ന യേശുവിന്റെ പാദത്തിലാണ്. യേശുവിന്റെ പാദത്തിലാണ് ഞാൻ ചുംബിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്കത് കഴിയുന്നത് എന്ന് ആ സിസ്റ്റർ മറുപടി പറയാൻ തീർന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. മാങ്ങാനം ക്രൈസ്തവാശ്രമം എന്ന് പറയുന്ന ഒരുപക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും പരിചയമുണ്ടായിരിക്കാം. ആ മാങ്ങാനം ക്രൈസ്തവാശ്രമത്തിൽ സാധു മത്തായിച്ചൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിനോട് ജീവിക്കുവാനും കുറെ ദിവസങ്ങൾ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. ആ മഹാനായ മനുഷ്യനാണ് ക്രൈസ്തവാശ്രമം സ്ഥാപിച്ചത്.
അനാഥരായ കുഞ്ഞുങ്ങളെ ബസ് സ്റ്റാൻഡുകളിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ പഠിപ്പിച്ച് 18 വയസ്സ് വരെ അവരിന് ശേഷം അവരെ തൊഴിലുകൾ പഠിപ്പിച്ച് അവരെ വലിയവരാക്കി വിടുന്ന ഒരു വലിയ പ്രസ്ഥാനം. അത് ആലപ്പുഴ തുടങ്ങി, പിന്നീട് മാങ്ങാനത്തോളം തുടങ്ങി, ഇപ്പോഴും ആ പ്രസ്ഥാനം തുറന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. സാധുമത്തായിച്ചൻ മരിച്ചു, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മഹാന്മാരെ ആളുകളൊക്കെ മരിച്ചു. പക്ഷെ പ്രസ്ഥാനം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആ മഹാനായ മനുഷ്യൻ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയോടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ.